ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സച്ചി കുടിച്ച് വണ്ടി ഓടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാവരും സച്ചിയെ തെറ്റിദ്ധരിക്കുകയാണ്. എന്നാൽ നമ്മുടെ രേവതി അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം പുറത്തു കൊണ്ടുവരികയും രേവതി സച്ചി എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്യും, ചോദ്യം ചെയ്യാത്തത് കൊണ്ടാണ് സച്ചി ഇങ്ങനെ ആവുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് നല്ല തക്കതായിട്ടുള്ള മറുപടിയൊക്കെ നമ്മുടെ ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട് രേവതിയുടെ ചോദ്യങ്ങൾക്കും വാക്കുകൾക്കും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ നമ്മളെ ചന്ദ്രമതിയും ശ്രുതിയും കൂടി അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. ആന്റണി പോലീസ് സ്റ്റേഷനിലെ സെല്ലിനകത്താണല്ലോ ഉള്ളത്. ആന്റണിയെ കാണാൻ വേണ്ടിയിട്ട് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കൂടെ വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ. അവിടെയുള്ള പോലീസുകാരെടുത്ത് ഒന്ന് ആന്റണി ചേട്ടനെ കാണണോ എന്നുള്ള കാര്യം ശരത്ത് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ സംസാരിച്ചിട്ട് പോക്കണം, ഇൻസ്പെക്ടർ കണ്ടു കഴിഞ്ഞാൽ ചീത്ത വിളിക്കുന്നുള്ള കാര്യം പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് ശരത്ത് ആന്റണിക്ക് അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. ശരത്തിനെ കാണുമ്പോഴേക്ക് ആന്റണി പറയുന്നുണ്ട്, നീ എന്ത് ചോദിക്കാനാ വന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അന്ന് ആ ബാറിനകത്ത് ഞാനും ഉണ്ടായിരുന്നു, വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യമായിട്ടും അത് ആർക്കും അയച്ചു കൊടുത്തത് ഞാനല്ല. പിന്നെ എങ്ങനെ ആന്റണി ചേട്ടാ എന്ന് ശരത്ത് ചോദിക്കുന്ന സമയത്ത് എന്റെ കൂടെ ഒരു അലവലാതി ഉണ്ടായിരുന്നു, അവന്റെ പണിയാണ് ഇതൊക്കെ. ഞാൻ വിചാരിച്ചു ആ സച്ചി കുടിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച്. കണ്ടില്ലേ, അവൻ പകല് തന്നെ കുടിച്ചോണ്ട് നടക്കുന്നത്. അത് നിന്നെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. പുറത്താരും അതിനെക്കുറിച്ച് അറിയണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്റെ കൂടെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ബോധമില്ലാതെ ആർക്കൊക്കെ അയച്ചു കൊടുത്തു. ശരിക്കും ആ വീഡിയോ ഞാൻ എടുക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ നിന്റെ കൈ ഒടിച്ചില്ലേ, അത് ഇപ്പോഴും എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ശരത്തെ. അതുകൊണ്ടാണ് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ട് ആ വീഡിയോ എടുത്തത്. പക്ഷെ രേവതി ചേച്ചിയുടെ അവസ്ഥയെ കുറിച്ചിട്ട് ഓർത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ആർക്കും അയച്ചു കൊടുക്കാഞ്ഞതും ഒന്നും ചെയ്യാണ്ടിരുന്നതും. പക്ഷേ അവനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു. മറ്റുള്ളവര് എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ നീ എന്നെ കുറിച്ച് തെറ്റിദ്ധരിക്കരുത്, നീ എന്റെ ഫ്രണ്ടാണെന്നൊക്കെ പറയാൻ കേട്ടോ. ശരത്തിനെ മയക്കാൻ വേണ്ടിയിട്ട് ആന്റണി, നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാന് ഈ ജീവിത അവസാനം വരെ ജയിലിൽ തന്നെ കിടന്നോളാം. ഇത് കേൾക്കുമ്പോഴേ ശരത്താണെന്നുണ്ടെങ്കിൽ ആന്റണിയുടെ കൈ പിടിക്കാൻ കേട്ടോ. വിട്ടേക്ക് ആന്റണി ചേട്ടാ, അറിയാതെ നടന്നതല്ലേ, എനിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ട് അവസാനം ഇങ്ങനെയായി. ഞാൻ പിടിക്കപ്പെട്ടതിരിക്കട്ടെ, നിന്റെ സച്ചേട്ടന്റെ മേലെ എല്ലാവർക്കും ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ശരിക്കും ആ സച്ചി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിന്റെ ചേച്ചി സന്തോഷവതിയായിരിക്കുമല്ലോ, അത് മതി എനിക്ക് എന്നൊക്കെ പറയാണ്. തുടർന്ന് ശരത്ത് പറയുന്നുണ്ട്, ആന്റണി ചേട്ടൻ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, ഞാൻ ഉടനെ തന്നെ പുറത്തിറക്കും നിങ്ങളെ എന്നുള്ള കാര്യം പറയുമ്പോൾ അത് എനിക്കറിയാടാ, നീ ഉടനെ തന്നെ എന്നെ പുറത്തിറക്കും എന്നുള്ള കാര്യം. ഞാൻ വരുന്നത് വരെ എന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നീ കാര്യങ്ങളെല്ലാം നോക്കണമെന്നും കൂടി ശരത്തിനടുത്ത് പറയുകയാണേ. തുടർന്ന് ആന്റണി ശരത്തിന്റെ കൂടെ വന്നിരിക്കുന്ന അവന്റെ അടുത്ത് പറയുന്നുണ്ട്, ശരത്ത് പറയുന്ന കാര്യങ്ങളാണ് എല്ലാവരും കേൾക്കേണ്ടത്, മനസ്സിലായോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മനസ്സിലായി സാരെന്ന് പറയുകയാണേ. അപ്പോഴേക്കും പോലീസുകാരാണെന്നുണ്ടെങ്കിൽ ആ മതി സംസാരിച്ചത് പോവാൻ നോക്കുമെന്ന് പറയുമ്പോൾ ശരത്ത്, ഞങ്ങൾ പോയിട്ട് വരാം ആന്റണി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണേ. തുടർന്ന് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ ഒപ്പം ഒരു കാറിലാണ് കേട്ടോ വരുന്നത്. ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല സുഖമുണ്ട്, നന്നായിട്ടുണ്ടല്ലേ വണ്ടി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ശ്രുതി ചോദിക്കുമ്പോൾ, എങ്കിലും നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വണ്ടിയൊക്കെ മേടിച്ചാൽ മതിയായിരുന്നു എന്ന് ശ്രുതി പറയണേ. ബിസിനസ് സംബന്ധമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ കാറിൽ പോയാലല്ലേ നമുക്ക് അതിൻ്റെതായ മര്യാദ കിട്ടുള്ളൂ എന്ന് ശ്രുതി പറയുമ്പോൾ അതൊക്കെ ഓക്കെയാണ്, മുഴുവൻ കാശ് ചെലവാകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അതൊക്കെ ശരിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ആന്റിയുടെ അടുത്ത് കാര്യം പറയാന്നുള്ള കാര്യം പറഞ്ഞിട്ട് ശ്രുതി പോകുന്ന സമയത്ത് ശ്രുതിയെ പിടിച്ചു നിർത്തുകയാണ് കേട്ടോ ശ്രുതി. സച്ചിയും രേവതിയും എന്തൊക്കെയോ വലിയ കാര്യങ്ങളൊക്കെ തെളിയിച്ചു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ആരതി എടുത്തതല്ലേ, അപ്പോൾ നമ്മൾ കാറ് മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആരതി എടുക്കണ്ടേ, അതിൻ്റെയൊക്കെ ആവശ്യം എന്താന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ ശ്രുതി. നീ നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഫോൺ എടുത്തിട്ട് അമ്മയെ വിളിക്കുകയാണേ. ഫോൺ എടുത്ത ഉടനെ തന്നെ ചന്ദ്രമതി ചോദിക്കുന്നത്, എവിടെയുള്ളത്, എപ്പോഴാണ് വരിക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. അമ്മേ, ഞാൻ വീടിന്റെ പുറത്തുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ പിന്നെ എന്തിനാണ് അവിടുന്ന് വിളിച്ചത്, നിനക്ക് ഉള്ളിലേക്ക് വന്നൂടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അമ്മ ആദ്യം പുറത്തേക്ക് വാ, വരുന്ന സമയത്ത് ആരതി തട്ടും കൂടി കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. ആരതി തട്ടോ, അതെന്തിനാണെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ അമ്മേ, ഞാനും ശ്രുതിയും പുതിയ കാറ് മേടിച്ചു എന്നുള്ള കാര്യം പറയുകയാണേ. അപ്പോഴേക്കും ചന്ദ്രമതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. സത്യമാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ പറയുകയാണേ. അമ്മ എല്ലാവരെയും കൂട്ടിയിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടി പറയുമ്പോഴേക്കും ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് എല്ലാവരെയും വിളിക്കുകയാണേ. അങ്ങനെ എല്ലാവരും വിളിച്ചു കൂട്ടുന്ന സമയത്ത് എന്താ കാര്യം എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. നമ്മുടെ ശ്രുതി എന്താ ചെയ്തെന്നുള്ള കാര്യം അറിയുമെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്തേ അവന്റെ അമ്മയപ്പം കൊടുത്ത പണവും കൊണ്ടിട്ട് അവൻ ഓടിക്കളഞ്ഞെന്ന് ചോദിക്കുകയാണ്.
അതൊന്നുമല്ല, അവൻ പുതിയ കാറ് മേടിച്ചു എന്ന് പറയണേ. അവൻ എന്തിനാ ഇപ്പൊ ഇത്ര പെട്ടെന്ന് കാറ് മേടിച്ചത്? അവന്റെ അടുത്ത് അന്ന് കാറ് ധൃതി പിടിച്ച് മേടിക്കണ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വിട്ടതാണല്ലോ എന്ന് സച്ചി പറയുമ്പോ, അവൻ കാറിന്ന് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ സഹിക്കുന്നുണ്ടാവില്ല, അതുകൊണ്ടല്ലേ നീ അങ്ങനെ പറഞ്ഞു വിട്ടത്. എന്തായാലും അവൻ പുതിയ കാറ് മേടിച്ചു, അവന്റെ വളർച്ച ഇവനോട് വന്ന് കാണാൻ വേണ്ടി പറയുമെന്ന് പറയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, അവൻ ഓൾറെഡി തടിമരം പോലെ വളർന്നിട്ടുണ്ട്, ഇനി ഇതിൽ കൂടുതൽ വളരാനുണ്ടോ എന്ന് ചോദിക്കാണ് കേട്ടോ. എന്തിനാണ് അതൊക്കെ പറയുന്നത്? എന്തായാലും വരാൻ വേണ്ടി പറഞ്ഞില്ലേ, വാ നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂട്ടിയിട്ട് രവിയും പോവാ എന്ന് പറഞ്ഞ് കൂടെ ചെല്ലുവാണേ. അങ്ങനെ എല്ലാവരും വരുന്നത് നോക്കിക്കൊണ്ട് സുധി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് കാറിന്റെ അവിടെ പോയിട്ട് പുതിയ സ്റ്റൈലിലൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. കാറ് മേടിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെ, കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ കാറ് പോലെ തോന്നും, പക്ഷേ അച്ഛ അല്ല എന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ. അച്ഛ ഇത് സെക്കൻഡ്സ് ആണ്, പുതിയ കാറ് മേടിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ലേ സുധിയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ, അതെ, ഈ കാറിന്റെ പ്രൈസ് കുറച്ച് ഹൈ ആണ്, ഇതുപോലത്തെ വേറൊരു കാറ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇവനാണ് അത് മുടക്കി കളഞ്ഞത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പുതിയ കാറ് മേടിക്കായിരുന്നു എന്ന് ചന്ദ്രപതി പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആന്റി എന്തായാലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവല്ലേ, അത് കഴിഞ്ഞതിന് ശേഷം പുതിയ കാറ് മേടിക്കാന്നുള്ള പ്ലാനിലാണുള്ളത്. അത് ശരി തന്നെയാണ്, 2 കാറാവുമല്ലോ. അപ്പോ ഒന്ന് നിനക്ക് ഓടിക്കാം, ഒന്ന് അവനെ ഓടിക്കാലോ. ഇത് കേൾക്കുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഇതെന്താ കടലമിഠായി മേടിക്കുന്നത് പോലെ ആൾക്ക് ഓരോന്ന് മേടിക്കാന്നുള്ള കാര്യം പറയുന്നത്? രവിയേട്ട ഇവനടുത്ത് ചുമ്മാതിരിക്കാൻ വേണ്ടി പറ, ഇപ്പോഴാണ് സുധിക്ക് നല്ല കാലം ആരംഭിച്ചിരിക്കുന്നത്, ഇനി അവൻ പടിപടിയായിട്ട് മുന്നേറാൻ വേണ്ടി തുടങ്ങും. അതിനിടയ്ക്ക് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ വർഷയുടെ അടുത്ത് പറയുന്നുണ്ട്, സെക്കൻഡ് ഹാൻഡ് ആണെന്നുണ്ടെങ്കിലും കാറ് നന്നായിട്ടുണ്ട്, നമുക്കും ഇതുപോലത്തെ പുതിയ കാറ് സെക്കൻഡ്സിൽ മേടിച്ചാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അത് വേണ്ട, നമുക്ക് പുതിയ കാറ് തന്നെ മേടിക്കാം, സെക്കൻഡ് ഹാൻഡ്സ് മേടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലൈന്റ് വരുന്നുള്ള കാര്യം പറയുകയാണേ. കാറൊക്കെ നന്നായിട്ടുണ്ട്, എത്ര രൂപയായി സുധി എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് അച്ഛ 4 ലക്ഷം രൂപയായി, 1 ലക്ഷം രൂപ കയ്യിൽ പണം കൊടുത്തു, ബാക്കി ഡൗൺ പേയ്മെന്റ് ഇട്ടു എന്നുള്ള കാര്യം പറയുകയാണേ. അപ്പോഴേക്ക് സച്ചി 4 ലക്ഷം എന്ന് പറഞ്ഞിട്ട് കാറിന്റെ അവിടെ ഇവിടെയൊക്കെ പോയി തട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. സച്ചി നോക്കുന്നത് കാണുമ്പോഴേക്കും, നിങ്ങൾ എന്താ സച്ചിയുടെ പോയിട്ട് കാറ് തട്ടിമുട്ടിയൊക്കെ കാണിക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് രേവതി പിടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അതല്ല രേവതി, ഇതിന് 4 ലക്ഷം രൂപയൊന്നുമില്ല, ഏറി വന്ന 2-2.5 ലക്ഷം, അതിനപ്പുറത്തേക്ക് അത് തന്നെ ജാസ്തിയാണ്, അതിന് ഇവൻ പോയിങ്ങാണ്ട് 4 ലക്ഷം രൂപ കൊടുത്ത് വന്നിരിക്കുന്നു. കണ്ടില്ല അച്ഛാ, ശരിക്കും പറ്റിക്കപ്പെട്ടിട്ടാ വന്ന് നിൽക്കുന്നത്, പോരാത്തതിന് അവൻ തൊഴിലധിപരാവാൻ വേണ്ടി പോകുന്നു. തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ, ശ്രുതി പോകുന്ന സമയത്ത് സച്ചേട്ടനെയും കൂട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ല കാറ് മേടിച്ചുകൂടായിരുന്നോ? സച്ചേട്ടന്റെ കാറിനെ കുറിച്ച് നന്നായിട്ട് അറിയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, എന്താ സച്ചി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. പൗഡർ എടുത്ത് കാറ് സ്റ്റാർട്ട് ആവുന്ന സമയത്ത് ആ സൗണ്ട് കേൾക്കുന്ന സമയത്ത് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കാറ് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യം. തുടർന്ന് ശ്രീകാന്തും പറയുന്നുണ്ട് കേട്ടോ, സുധേട്ടന് സച്ചേട്ടനെ കൂട്ടിയിട്ട് പോയാൽ പോരായിരുന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അയ്യോ, ഇവന് ഭയങ്കര കുറച്ചിലായി പോവല്ലോ, വലിയ ഗൗരവമുള്ള ആളല്ലേ, കണ്ടില്ലേ പൈസ കൊടുത്തിട്ട് പോയിട്ട് പറ്റിക്കപ്പെട്ട് നിൽക്കുന്നത്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉള്ള കാശ് മൊത്തം തുലയ്ക്കുന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവൻ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാറ് നല്ലതാണെന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. അമ്മ മോനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാണ്. തുടർന്ന് രവി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി നിനക്ക് എന്തിനാ ഇപ്പൊ കാറ്? അതല്ല അച്ഛാ, ഞാൻ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി പോവല്ലേ, ആ സമയത്ത് 3-4 പോകണ്ടേ, അങ്ങനെയാകുമ്പോ ബസ്സിലോ ഓട്ടോയിലൊക്കെ പോകാൻ വേണ്ടി പറ്റുമോ? തുടർന്ന് വർഷ ചോദിക്കുന്നുണ്ട്, എന്ത് ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതിനെക്കുറിച്ച് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അതെ, എന്ത് ബിസിനസ് ആണെന്ന് പറഞ്ഞില്ലല്ലോ, അത് ഇനി തീരുമാനിക്കണം എന്നുള്ള കാര്യമാണ് കേട്ടോ ശ്രുതി പറയുന്നത്. കണ്ടില്ല അച്ഛ, എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം പോലും അറിയില്ല, പക്ഷെ അതിനു മുമ്പ് കാർ മേടിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് സച്ചി. ഇത് കേൾക്കുമ്പോ എല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിയെയും സപ്പോർട്ട് ചെയ്തും കണ്ട് ആരെങ്കിലും ഒക്കെ സംസാരിക്കണല്ലോ, അതുകൊണ്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, അവര് ബിസിനസ് എന്താ വേണ്ടി തുടങ്ങാൻ വേണ്ടി പോകുന്നതൊക്കെ അവർ രണ്ടുപേരും നന്നായിട്ട് ഡിസൈഡ് ചെയ്തിട്ട് നല്ലൊരു ബിസിനസ് തന്നെ തുടങ്ങിക്കോളും. ഇപ്പൊ ഇതിനെ കുറിച്ചുള്ള സംസാരത്തിന്റെ ആവശ്യം എന്താ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ആരതി ഒഴിയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര ശ്രുതിക്കും ശ്രുതിക്കും. അതിനുശേഷം വർഷ കൺഗ്രാചുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ അടുത്ത്. രവിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇപ്പൊ കാറ് മേടിച്ചു, അതിൻ്റെതായ ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും, അതുകൊണ്ട് തന്നെ ഉടനെ ബിസിനസ് ആരംഭിച്ചിട്ട് അധ്വാനിക്കാൻ വേണ്ടി തുടങ്ങണം കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തട്ടിയിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആന്റി വരും, നമുക്ക് സെൽഫി എടുക്കാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് വർഷയും അതുപോലെ രേവതി എല്ലാവരും കൂടി ചേർന്നിട്ട് സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ്. മറുവശത്താണെന്നുണ്ടെങ്കിൽ സച്ചിയും ശ്രുതിയും ശ്രീകാന്തും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. കാറൊക്കെ മേടിച്ചില്ലേ, പുതിയ ബിസിനസ്സും ആരംഭിക്കാൻ വേണ്ടി പോവാണ്, ഇന്ന് ട്രീറ്റ് ഉണ്ടെന്ന് പറയാണ് കേട്ടോ. ബിസിനസ്സെ കുറിച്ച് എനിക്ക് ഇന്ന് ചിന്തിക്കണം എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ കാശ് ചെലവാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഉടായ്പ പറയുന്നത് കേട്ടില്ലേ. എന്തായാലും ബീർ അടിച്ചിട്ട് ഒരുപാട് നാളായി, നമുക്ക് ഇന്ന് ടെറസ് നിന്ന് അടിക്കാന്ന് പറയാണേ, നമ്മൾ സെലിബ്രേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നുള്ള കാര്യം പറയാണേ. ശ്രീകാന്ത് ശരി, ഞാന് 4 കുപ്പി ബീർ മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട്. തുടർന്ന് നൈറ്റിലാണ് കേട്ടോ കാണിക്കുന്നത്. ശ്രീകാന്തും സച്ചിയും മോള് ടെറസിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്.
സുധി ബീറൊക്കെ മേടിച്ചിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ആരും കാണാതെ അവിടെ എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാണ് കേട്ടോ. അതിന് ഇതിന് മാത്രം ടെൻഷൻ അടിക്കുന്നത് എന്തിനാ? ശ്രുതി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞില്ല എന്നുള്ള കാര്യം ചോദിക്കും. പറഞ്ഞു, ഒരു കുപ്പി ബീറടിക്കാൻ വേണ്ടിയിട്ട് കാലിൽ വീണ് പറയുന്ന പോലെ ആയി. ഓ, ഞാനും അതെ, ഒരു ബീറിലും കൂടുതൽ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൈ തല്ലി ഒടിക്കുന്നതാണ് വർഷ പറഞ്ഞതെന്ന് ശ്രീകാന്തും. തുടർന്ന് സച്ചിയെ കുറിച്ച് ശ്രുതി പറയുന്നുണ്ട്. ഇവന്റെ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു കേസ് ബീർ കുടിച്ചു കഴിഞ്ഞാലും ഇവന്റെ ഭാര്യ അതൊന്നും കണ്ടില്ല എന്ന് മട്ടിൽ നടന്നോളൂ. ശരി ശരി, എന്നാലും നമുക്ക് കുടിക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. സച്ചിയെ വിളിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് എനിക്ക് വേണ്ട എന്ന്. എടാ, ഒന്ന് മേടിച്ചത് കൊണ്ട് നീ ദേഷ്യത്തിലാണോ? അതിലുള്ള പെർമിഷൻ മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ നീ പുറത്ത് പോയിട്ട് അടിച്ചോ എന്നുള്ള കാര്യം പറയുമ്പോ വേണ്ടടാ, ഓൾറെഡി ഒരു പ്രാവശ്യം കുടിച്ചതിന് 2-3 ദിവസം കുടിക്കാതെ തന്നെ എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ ശരിക്കും പെരുമാറിയതാണ്. അതുകൊണ്ട് ഇന്ന് വേണ്ടെന്ന് എനിക്ക് തോന്നി. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ ശരിക്കും പറയുന്നതാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ആടാ, ഞാൻ കമ്പനി തരാം, നിങ്ങൾ കഴിച്ചോ. എടാ, നീ ഇതിനെക്കുറിച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഒരു ബീറിന്റെ കാശ് ലാഭമായിരുന്നല്ലോ എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോ കുഴപ്പമില്ല ശ്രുതിയേട്ടാ, നമുക്ക് രണ്ടുപേർക്കും കൂടി അത് അടിക്കുക എന്ന് പറയാണ് ഷെയർ ചെയ്ത്. എടാ, ഒരു ബീറിന് മാത്രമേ പെർമിഷൻ ഉള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോ അവരെങ്ങനെ അറിയാൻ വേണ്ടി പോകുന്നത്? വാ അടിക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി എൻജോയ് ചെയ്ത് അടിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോണ്ട് ഇങ്ങനെ നിൽക്കുവാണേ സച്ചി. ബീറിന്റെ ബോട്ടിൽ തുറക്കാൻ വേണ്ടിയിട്ട് ഓപ്പണർ മേടിച്ചില്ല എന്ന് ശ്രുതി പറയുമ്പോ, ഓ ഇതിനൊക്കെയാണോ ഓപ്പണർ വേണ്ടത്? നീയൊക്കെയാണല്ലോടാ കുടിക്കാൻ വേണ്ടി പോകുന്നത്, കാണും തന്നെ കഷ്ടം തോന്നുന്നു. താ എന്ന് പറഞ്ഞിട്ട് പല്ലുകൊണ്ട് കടിച്ച് ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കുവാണ് കേട്ടോ രണ്ടുപേർക്കും. ശരിക്കും സച്ചിയേട്ടന് വേണ്ട എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പറഞ്ഞ വാക്ക് മാറ്റി സംസാരിക്കുന്നത് പഴക്കം എനിക്കില്ലണം, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്ന് തന്നെയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് സുധിയും ശ്രീകാന്തും ചിയേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് ബീർ കുടിക്കുകയാണ്. മിക്സ്ചർ ആണേ ടച്ചപ്പിന് വേണ്ടി മേടിച്ചിരിക്കുന്നത്. അത് നമ്മുടെ സച്ചി കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ബീർ കുടിച്ചോണ്ടിരിക്കുമ്പോ ഇതെന്താടാ മിക്സ്ചറും എത്ര മേടിച്ചോണ്ട് വന്നെന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ സുധീരുടെ അടുത്ത്. എടാ, ഇതിന് തന്നെ എന്തോരം കാശ് ചെലവായി എന്നുള്ള കാര്യം അറിയോ? കുടിക്കടാ എന്ന് പറയാണേ. അങ്ങനെ കുടിക്കാൻ വേണ്ടി ആരംഭിച്ചു. അപ്പൊ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, സുധിയേട്ട എന്ത് ബിസിനസ് തുടങ്ങാന്നുള്ള പ്ലാനിലാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലടാ. എന്താണെന്നുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് പണം വന്നല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ ആരുടെ കയ്യിൽ നിന്നാണ് പണം വന്നതെന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ സച്ചി. ഇത് കേട്ടിട്ട് നമ്മുടെ സുധി ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അറിയാതെ നീലിമയുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചു എന്നുള്ള രീതിയിലാണ് അവൾ എന്നുള്ള കാര്യം പറയുന്നത്. എന്തായാലും സച്ചി നമ്മുടെ സുധി വെള്ളടിച്ച് ബോധമില്ലാണ്ടാവുന്ന സമയത്ത് പണം കിട്ടിയ വഴി പറയിപ്പിക്കുക എന്നുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം കേട്ടോ. അതിന്റെ വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക് യു.